പ്രിയപ്പെട്ട മലയാളികൾ, ഏവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. നമ്മൾ ഈ വീഡിയോ ഇപ്പോൾ ചെയ്യുന്നത് ഒരു പ്രത്യേക ഉദ്ദേശത്തിൻ്റെ പുറത്താണ്. അതായത് ഓണം ആഘോഷിച്ച് കഴിയുമ്പോൾ സാധാരണ മലയാളികളുടെ കീശ കാലിയാവും. കാണം വിറ്റും ഓണം ഉണ്ണണം എന്ന് പറയുന്ന നമ്മുടെ ആ പഴയ ചൊല്ല് അന്വർത്ഥമാകുന്ന രീതിയിലാണ് സാധനങ്ങളുടെ വിലക്കയറ്റം സംഭവിക്കുന്നത്. സാധാരണപ്പെട്ട മലയാളികൾക്ക് ഇത് താങ്ങാൻ കഴിയുന്നതിലപ്പുറമാണെന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഇതിന് ഒരു പരിഹാരം എന്താണ്? പരിഹാരം നിങ്ങളുടെ വിരൽ തുമ്പിലാണുള്ളത്. അതായത് ഇനി വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും അസംബ്ലി തെരഞ്ഞെടുപ്പിലും നിങ്ങളുടെ വോട്ടവകാശം നിങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കുകയാണെങ്കിൽ തീർച്ചയായും ഇതിന് മാറ്റങ്ങൾ ഉണ്ടാകും. ഞാൻ മുന്നോട്ട് വയ്ക്കുന്ന സ്വതന്ത്ര ജനാധിപത്യ ജനകീയ കേരള സർക്കാർ എന്ന ആശയം നടപ്പിൽ വന്നാൽ ഈ കേരളത്തിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികളായ എല്ലാവർക്കും അവരുടെ പ്രായ ഭേദമന്യേ അവരുടെ വിദ്യാഭ്യാസം, എക്സ്പീരിയൻസ് ഇതൊന്നും ബാധകമാകാതെ ഏത് ജാതി മതമെന്നുള്ള യാതൊരു വ്യത്യാസവുമില്ലാതെ അവർക്ക് പ്രതിമാസം അവർക്ക് ലഭിക്കുന്ന ശമ്പളം എത്രയാണെങ്കിലും ആ ശമ്പളം 1,00,000 രൂപയാക്കി നൽകുന്ന ഒരു പദ്ധതി എൻ്റെ സ്വതന്ത്ര ജനാധിപത്യ ജനകീയ കേരള സർക്കാർ നടപ്പിലാക്കുമെന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുകയാണ്. അതുപോലെ നമ്മുടെ കുട്ടികൾ ചെന്ന ആളുകൾ, അതായത് സ്വന്തമായി അധ്വാനിച്ച് ജീവിക്കാൻ പറ്റാത്തവർ, അവർക്ക് പ്രതിമാസം 30,000 രൂപ ഒരു ഈ ക്ഷേമ പെൻഷൻ പോലെ അല്ലെങ്കിൽ കുട്ടികൾക്ക് സ്കോളർഷിപ്പായി നൽകുന്ന പദ്ധതി ഞാൻ നേതൃത്വം നൽകുന്ന സ്വതന്ത്ര ജനാധിപത്യ ജനകീയ കേരള സർക്കാർ നടപ്പിലാക്കുന്നതാണ്. അതുപോലെ നിങ്ങൾക്ക് നല്ല രീതിയിൽ വരുമാനമുള്ളവർക്കാണെങ്കിൽ അവർക്ക് സർക്കാരിൻ്റെ സാമ്പത്തിക സുരക്ഷയല്ല ആവശ്യം, മറിച്ച് നികുതി ഘടനയിലുള്ള വ്യത്യാസമാണ്. അതുകൊണ്ട് 1,00,000 രൂപയ്ക്കും മേളിൽ വരുമാനമുള്ള എല്ലാവർക്കും അവർ ഈ പദ്ധതിയിൽ കേരള സർക്കാർ ഞാൻ നേതൃത്വം നൽകുന്ന സ്വതന്ത്ര ജനാധിപത്യ ജനകീയ കേരള സർക്കാർ അത് നടപ്പാക്കുന്ന പദ്ധതിയിൽ അംഗങ്ങളാകുന്ന എല്ലാവർക്കും അവർക്ക് ഇൻകം ടാക്സ് ഒഴിവ് നൽകുന്ന ഒരു നൂതന പദ്ധതിയും എൻ്റെ നേതൃത്വത്തിലുള്ള സ്വതന്ത്ര ജനാധിപത്യ ജനകീയ കേരള സർക്കാർ നടപ്പിലാക്കുന്നു. ഇതുകൂടാതെ സാർവത്രികമായി എല്ലാവർക്കും ഗുണം ചെയ്യുന്ന സൗജന്യ ആരോഗ്യ പരിരക്ഷ, അതായത് കേരളത്തിലെ ഏത് സ്വകാര്യ ആശുപത്രിയിലും മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാണെങ്കിൽ പോലും നിങ്ങൾക്ക് എന്ത് രോഗം വന്നാലും ചികിത്സിക്കാനായിട്ട് കേരള സർക്കാർ സൗജന്യമായ സംരക്ഷണം നൽകുന്നതാണ്. നിങ്ങളവിടെ ബില്ല് പേ ചെയ്യേണ്ട ഒരു ആവശ്യവും വരത്തില്ല. ഈ 4 പദ്ധതികളാണ് ഞാൻ മുന്നോട്ട് വയ്ക്കുന്നത്. ഇത് നടപ്പിൽ വരുത്തുന്നതിനായി കേരളത്തിൽ ഒരു പുതിയ സർക്കാർ അധികാരത്തിൽ വരേണ്ടതുണ്ട്. അതിനു മുന്നോടിയായി ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ നിങ്ങളുടെ നാട്ടിലുള്ള വിവരവും വിദ്യാഭ്യാസവുമുള്ള പാർട്ടിക്ക് അതീതരായ, ജാതിക്കും മതത്തിനും അതീതരായ വ്യക്തിത്വമുള്ള ആളുകളെ തിരഞ്ഞെടുത്ത് നിങ്ങളെ ജനപ്രതിനിധികളാക്കി വിജയിപ്പിക്കണമെന്നാണ് എൻ്റെ അഭ്യർത്ഥന. സ്വതന്ത്രരായിരിക്കുന്നതാണ് ഏറ്റവും ഉചിതം. കൂടാതെ സ്വതന്ത്ര ജനാധിപത്യ ജനകീയ കേരള സർക്കാർ അധികാരത്തിൽ വരുന്നതിനായി കേരളത്തിലെ 140 അസംബ്ലി മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളെ നിർത്തി മത്സരിപ്പിക്കണമെന്നാണ് എൻ്റെ താല്പര്യം. അതിനായി നമുക്ക് ഒരു ക്രൗഡ് ഫണ്ടിങ് ആവശ്യമുണ്ട്. അതിനു വേണ്ടിയുള്ള സജ്ജീകരണങ്ങളും നമ്മൾ ആരംഭിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ ഓരോരുത്തരുടെയും അകമഴിഞ്ഞ സഹകരണം നമ്മുടെ ഈ പ്രഖ്യാപിത നയങ്ങൾ നടപ്പിലാക്കുന്നതിന് നിങ്ങൾ സാമ്പത്തികമായും നിങ്ങൾ ശാരീരികമായും നിങ്ങളുടെ വോട്ടവകാശവും ഉചിതമായ രീതിയിൽ വിനിയോഗിച്ച്
സ്വതന്ത്ര ജനാധിപത്യ ജനകീയ കേരള സർക്കാർ അധികാരത്തിൽ വരുവാൻ വേണ്ട പ്രവർത്തനങ്ങൾ നടത്തണമെന്ന് ഈ ഓണത്തിൻ്റെ ഈ ശുഭമുഹൂർത്തത്തിൽ നിങ്ങളോട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. നിങ്ങളുടെ സ്വന്തം സോണിമോൻ കെ മാത്യു. താങ്ക് യു.